സെക്രട്ടേറിയറ്റിന് മുന്നിലെ അംഗനവാടി ജീവനക്കാരുടെ സമരം അവസാനിച്ചിരിക്കുന്നു. ധനമന്ത്രി പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണ് സമരം അവസാനിപ്പിച്ചത്. 3 മാസത്തിനകം പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിക്കാമെന്ന് ധനവകുപ്പ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സമരം നിർത്തിയത് 13ാം ദിവസമാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനയരാജ് ചേരുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശമാരുടെ സമരം 50ാം ദിവസത്തിലേക്ക് അടുക്കുമ്പോഴാണ് 13 ദിവസമായി സമരം ചെയ്യുന്ന അംഗനവാടി പ്രവർത്തകരുടെ സമരത്തിൽ ഒരു സമവായമായിരിക്കുന്നത്. ധനവകുപ്പുമായി നടന്ന ചർച്ചയെ തുടർന്നാണ് തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തെല്ലാമാണ് ചർച്ചയിൽ ഉണ്ടായ കാര്യങ്ങൾ, എന്തെല്ലാം ഉറപ്പുകളാണ് അംഗനവാടി ജീവനക്കാർക്ക് ധനവകുപ്പ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്? അതുല്യ ആശാ വർക്കർമാർക്ക് സമാനമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു അംഗനവാടി ജീവനക്കാരും സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് 13ാമത്തെ ദിവസമാണ്. ഈ 13 ദിവസത്തിനിടയിൽ തന്നെ ആരോഗ്യമന്ത്രി ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയും ആ ചർച്ച പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അടക്കം ചെയ്തിരുന്നു. ഇന്ന് വീണ്ടും ധനമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു. ഈ ചർച്ചയിലാണ് പ്രധാനമായും ഈ ധനമന്ത്രി നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു സെക്രട്ടേറിയറ്റ് പടിക്കലിൽ നടത്തുന്ന സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും ധനമന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് 3 മാസത്തിനകം തന്നെ ഈ വിഷയം പഠിച്ച് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കി തരാം എന്ന ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരം അവസാനിപ്പിക്കുന്നതെന്നാണ് ഈ അംഗനവാടി ജീവനക്കാരടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ചേച്ചി, ഈ ധനമന്ത്രി നൽകിയ ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരം ഇന്ന് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായും ഈ ചർച്ചയിൽ പരാമർശിച്ചത്? 3 മാസത്തെ കാലയളവാണ് ചോദിച്ചിരിക്കുന്നത്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഈ ചർച്ചയിൽ പ്രധാനമായും പരാമർശിച്ചത്? ഞങ്ങളെ ഫോണിന്റെ കാര്യം, പിന്നെ ഞങ്ങളെ ശമ്പളത്തിന്റെ കാര്യം, പിന്നെ ഞങ്ങള് കറണ്ട് ബില്ല്, പിന്നെ വാട്ടറിന്റെ ബില്ല് എല്ലാം ഞങ്ങളടക്കണം. അതിനെല്ലാം ഗവൺമെന്റ് പഠിച്ചിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കി അത് ആക്കാന്നെ പറഞ്ഞിട്ടുള്ളത്. ആ അടിസ്ഥാനത്തിലാണ് നമ്മളിത് സമരം പിൻവലിച്ച് പോകുന്നത്. പിന്നെ ഞങ്ങൾ ഓണറേറിയം ഘട്ടം ഘട്ടമായിട്ടാണ് തരുന്നത്. അതും അന്വേഷിച്ച് അതിന് ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലിൻ്റെ ഉറപ്പ് ഞങ്ങളെ യൂണിയൻ നേതാവ് ജീവൻ സാറുണ്ട്. അപ്പോൾ ആ ഉറപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അല്ലെങ്കിൽ ഉപവാസത്തിന് തയ്യാറായിട്ട് ഞങ്ങൾ കണ്ണൂർ, കാസർഗോഡ് എല്ലാ ജില്ലകളിലും നാളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിത് മതിയാക്കി പോന്ന്. അവർ 3 മാസം അവധി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ആ 3 മാസം അവധിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും തിരിച്ചു വരും. ഇതിലും കൂടുതൽ ശക്തമായി ഞങ്ങൾ സമരമായി മുന്നോട്ട് പോകുന്നതായിരിക്കും. ഈ 13 ദിവസത്തിനിടയിൽ തന്നെ ആരോഗ്യമന്ത്രിയുമായി ഒരു ചർച്ച നടത്തുകയും അത് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ധനമന്ത്രിയുമായി ചർച്ച നടത്തിയതിലാണ് ഒരു ഉറപ്പിന്റെ പേരിലാണ് ഇന്ന് ഈ സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ 3 മാസത്തെ സമയമാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 മാസത്തിന് ശേഷവും ഇതിലൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ തുടർ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായും 3 മാസത്തിനകത്ത് ഗവൺമെന്റ് നമുക്ക് തന്നിട്ടുള്ള ഒരു വെറും വാഗ്ദാനവും ഉറപ്പുമല്ല. അത് ഞങ്ങൾ മിനിറ്റ്സ് ആക്കിയിട്ട് മിനിസ്റ്റർ തരണം, ധനകാര്യ വകുപ്പ് മന്ത്രി തരണം എന്ന് ഞങ്ങൾ വാശി പിടിച്ചു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാത്രമേ ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ നമുക്ക് സാധ്യമുള്ളൂ. ഇപ്പം ശമ്പള വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ശമ്പള വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പെട്ടെന്ന് ഒരു മന്ത്രിക്ക് കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. അത് ഒരു സമിതിയുടെ റിപ്പോർട്ട് വേണം. ആ സമിതിയുടെ റിപ്പോർട്ട് ക്യാബിനറ്റിൽ വെക്കണം. ക്യാബിനറ്റ് അത് പരിശോധിച്ച് ഉചിതമായ നടപടി അതിനുള്ള കാലതാമസമുണ്ട്. അതൊക്കെ ഞങ്ങൾക്കറിയാം. ഇത് ഒരു ട്രേഡ് യൂണിയൻ സംഘടന എന്നുള്ള രീതിയിൽ അത് മാന്യമായി ആ സംവിധാനം അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളത് സമ്മതിച്ചു. പക്ഷേ ഞങ്ങൾക്കത് മിനിസ്റ്റർ ഒപ്പുമായി ഞങ്ങൾക്ക് തരണം. ഇത് 3 മാസത്തെ കാലാവധിയാണ് സർക്കാർ മറ്റു പല കാര്യങ്ങളിലും ചോദിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ആവശ്യങ്ങളിന്മേൽ അതിനകത്ത് പരിഹരിക്കും. പെൻഷൻകാരുടെ പെൻഷൻ, അവരുടെ ആനുകൂല്യങ്ങൾ, 2023-24 കാലഘട്ടങ്ങളിൽ റിട്ടയർ ആയവരുടെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ 3 മാസത്തിനകത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും 3 മാസത്തിനകത്ത് അത് നമുക്ക് നൽകും. ഉചിതമായ നല്ലൊരു തീരുമാനം നടപ്പാക്കി തരുമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ, രേഖാമൂലമുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിന്ന് സമരം പിൻവലിച്ചത്. ഇല്ലെങ്കിൽ ഞങ്ങൾ 90 കഴിയുമ്പോൾ 91ാം ഞങ്ങൾ സമരവുമായി, അത് ധർണാ സമരമോ ഒന്നും ആയിരിക്കില്ല. അത് നേരിട്ട് ഞങ്ങൾ സത്യാഗ്രഹത്തിലേക്ക് തന്നെ വരും. ഇന്ന് കാസർഗോഡ് മുതൽ ഇവിടെ വന്നവർ സത്യാഗ്രഹ സമരത്തിന് തയ്യാറായാണ് വന്നത്. 30 ദിവസം സത്യാഗ്രഹം ഇരിക്കാനുള്ളവരുടെ ലിസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കി ഓരോ ജില്ലയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചാണ് അവരിന്ന്
പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ തൽക്കാലത്തേക്ക് സമരം പിൻവലിച്ചു. ഈ സംസ്ഥാനത്തുടനീളമുള്ള അംഗനവാടി ജീവനക്കാരാണ് ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ എത്തുകയും സമരം ചെയ്യുകയും അടക്കം ചെയ്തിരുന്നത്. നേരത്തെ നമ്മൾ ഇവരോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് നിരാഹാര സമരമിരിക്കും 90-ാം ദിവസം ഇതിനൊരു തീരുമാനമുണ്ടായില്ലെങ്കിൽ നിരാഹാര സമരമിരിക്കുമെന്നാണ് പറഞ്ഞത്. അതെ, നമ്മൾ 90 ദിവസം ഒരു മന്ത്രി പറഞ്ഞ വാക്ക് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കാരണം ഇതിന് കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടാവും. അത് 90 ദിവസം 3 മാസം പഠിക്കാൻ വേണ്ടി വേണമെന്ന് പറഞ്ഞു. അതിന് പരിഹാരം കാണുമെന്ന് പറഞ്ഞു. 90 ദിവസം കഴിഞ്ഞ് 91-ാമത്തെ ദിവസം മുതൽ നിരാഹാര സമരം തന്നെയാണ് ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഈ അംഗനവാടി ജീവനക്കാരുടെ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. താൽക്കാലികമായിട്ടുള്ള ഒരു അവസാനിപ്പിക്കൽ മാത്രമാണെന്നാണ് ജീവനക്കാരടക്കം ധനമന്ത്രി നൽകിയൊരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ സമരം അവസാനിക്കുന്നത്. 3 മാസത്തെ സമയമാണ് ചോദിച്ചിരിക്കുന്നത്. ആ 3 മാസത്തിന് ശേഷവും ഒരു തീരുമാനമുണ്ടായില്ലെങ്കിൽ 91-ാം ദിവസം ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്ന് തന്നെയാണ് അംഗനവാടി ജീവനക്കാർ പറയുന്നത്. അതുല്യ.